गिरीश नरेश परेश महेश विलेशय भूषण भो साम्ब सदा शिव शम्भो शङ्कर शरणं मे तव चरणयुगम् भूमया दिव्य सुमङ्गल साम्ब सदा शिव शम्भो शङ्कर शरणं मे तव चरणयुगम् दूरीकुरु मामज्ञमनाथं दूरीकुरु मे दुरितं भो साम्ब सदा शिव शम्भो शङ्कर शरणं मे तव चरणयुगम् ऋषिवरमानस हंस चराचर जनन स्थितिलय कारण भो साम्ब सदा शिव शम्भो शङ्कर शरणं मे तव चरणयुगम् अन्तःकरण विशुद्धिं भक्तिं च त्वयि सतिं प्रदेहि विभो साम्ब सदा शिव शम्भो शङ्कर शरणं मे तव चरणयुगम् करुणावरुणालयमयि दास उदासस्तवोचितो नहि भो साम्ब सदा शिव शम्भो शङ्कर शरणं मे तव चरणयुगम् जय कैलास निवास प्रमाथ गणाधीश भूसुरार्चित भो साम्ब सदा शिव शम्भो शङ्कर शरणं मे तव चरणयुगम् जुनतक झङ्किडु जुनतक कीटतक शब्दय नटसि महानट भो साम्ब सदा शिव शम्भो शङ्कर शरणं मे तव चरणयुगम् धर्मस्थापन दक्ष दक्ष गुरु दक्ष यज्ञ शिक्षक भो साम्ब सदा शिव शम्भो शङ्कर शरणं मे तव चरणयुगम् बलमारोग्यं चायुस्त्वगुणरुचितं चिरं प्रदेहि विभो साम्ब सदा शिव शम्भो शङ्कर
അഹമേ ശിവമെന്നാനന്ദിക്കാൻ വരമരുളുക ശിവനേ. അഹമേ ശിവമെന്നാനന്ദിക്കാൻ വരമരുളുക ശിവനേ. ഗിരിസുതയോടു ചേർന്നിക്ഷിതി കാക്കും പശുപതിയാം ഭഗവാനേ. ഗിരിസുതയോടു ചേർന്നിക്ഷിതി കാക്കും പശുപതിയാം ഭഗവാനേ. മഹാദേവ ശിവശംഭോ ശ്രീമാരകോടി സുന്ദര പ്രഭോ. ശ്രീ മഹാദേവ ശിവശംഭോ. മാർക്കണ്ഡേയനു നിത്യത നൽകിയ മൃത്യുഞ്ജയനല്ലോ നീ. ഭക്തപ്രിയനല്ലോ നീ. മാർക്കണ്ഡേയനു നിത്യത നൽകിയ മൃത്യുഞ്ജയനല്ലോ നീ. ഭക്തപ്രിയനല്ലോ നീ. സൃഷ്ടിസ്ഥിതിലയ കാരണഭൂത സാഷ്ടാംഗം പ്രണമിപ്പൂ അടിയൻ. സാഷ്ടാംഗം പ്രണമിപ്പൂ. മഹാദേവ ശിവശംഭോ ശ്രീമാരകോടി സുന്ദര പ്രഭോ. ശ്രീ മഹാദേവ ശിവശംഭോ. നമ്മുടെ ഈ കുഴിവിള, തമ്പുരാമുക്ക് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ വളരെ പഴക്കമേറിയ ഒരു ക്ഷേത്രമാണ് കുന്നത്തോട് ആടന്നട തമ്പുരാൻ ക്ഷേത്രം എന്ന് പറയുന്നത്. വളരെ വളരെ പഴക്കമുണ്ട് ഇതിന്. എനിക്ക് തോന്നുന്നു നൂറുകണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ പ്രദേശത്തെ ആളുകളെല്ലാം തന്നെ ഇവിടെ വരികയും അവരുടെ സങ്കടങ്ങൾ ഇവിടെ ഇറക്കി വെക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് പണ്ടുകാലം മുതലുള്ളത്. ഈ വർഷത്തെ ക്ഷേത്രോത്സവം വളരെ നന്നായിട്ട് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ആലോചിച്ചു. നല്ല നിലയിലാണ്. ചെറുപ്പകാലം പോലും ഇവിടെ വരുന്നതല്ല. അല്ല, ഞാൻ നമ്മുടെ കുട്ടിക്കാലം മുതൽ ഈ പരിസരങ്ങളിൽ തന്നെയായിരുന്നല്ലോ നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുന്നതായിട്ടുള്ള ഉത്സവങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു രീതിയായിരുന്നു. അക്കാലത്ത് എല്ലാ അമ്പലങ്ങളിലും പോകുമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ദേവസ്വം മന്ത്രി ആണല്ലേ? ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പോകാത്ത അമ്പലങ്ങളൊന്നുമില്ല. കേരളത്തിനകത്തുള്ള ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട അമ്പലങ്ങളിലും, അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ മിക്കവാറുമുള്ള എല്ലാ അമ്പലങ്ങളിലും പോയിട്ടുണ്ട്. ഒരു സാംസ്കാരിക സമ്മേളനത്തിലെങ്കിലും ഞാൻ പോയിട്ടുണ്ട്. ഈ അമ്പലവും അഭിവൃദ്ധി പ്രാപിച്ച വരുന്ന അമ്പലമാണ്. ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു വിശ്വാസം അവർക്ക് നൽകുന്ന ഒരു അമ്പലമായിട്ട് ഈ അമ്പലം മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളായിട്ട്, എനിക്ക് തോന്നുന്നു 8-10 വർഷക്കാലമായിട്ട് വലിയ വളർച്ച ഈ അമ്പലത്തിന് കൈവന്നിട്ടുണ്ട്. അമ്പലത്തിനെ കുറിച്ച് പഴയ ഒരു 500 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ മാടന്നട തമ്പുരാൻ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകൾ നേരത്തെ ഈ സ്ഥിതിയിലല്ലായിരുന്നു. ഒരു ആൽത്തറയിൽ കല്ല് വിളക്ക് വെച്ച് അതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അവളുടെ അച്ഛനാണ് ആ പൂജ ചെയ്തുകൊണ്ടിരുന്നത്.
ഒരു വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ പൂജ, ഒരു കല്ലിൽ വിളക്ക് കത്തിക്കുകയും അതിൻ്റെ പ്രാധാന്യം, കാര്യം ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു മാഹാത്മ്യം ഉണ്ടായതിനെ തുടർന്ന് വന്ന് ആ വിളക്ക് കത്തിക്കുകയും ഈ അമ്പലത്തിൽ പൂജാകർമ്മങ്ങൾ, പിന്നെ സ്ഥിരമായ ഒരു പൂജാകർമ്മം വേണമെന്ന് കരുതി ഞങ്ങളെല്ലാവരും കൂടെ കുടുംബക്കാർ ആദ്യം ആ ക്ഷേത്രത്തെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് കുറേ ആൾക്കാരുടെ, നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. ആ കുടുംബം സഹായം കൊണ്ട് നമ്മളെ ഈ അമ്പലം നല്ല രീതിയിൽ പുരോഗമിച്ചു വരികയാണ്. അപ്പോൾ എല്ലാ നാട്ടുകാരും അമ്പലത്തിലേക്കായിട്ട് എല്ലാ സഹകരണങ്ങളും നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രധാനമെന്ന് പറയുന്നത് കൊടുതി മഹോത്സവം എന്നാണ് പറയുന്നത്. അതുപോലെ ഇപ്പം അതിനുശേഷം ഈ കുടുംബക്കാർ എല്ലാവരും കൂടി ചേർന്ന് നാട്ടുകാർക്കായിട്ട് ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ ട്രസ്റ്റിൻ്റെ രൂപീകരണത്തിൽ പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഭാസൻ എന്ന് പറയും, ആ വ്യക്തിയുടെ ഒരു നേതൃത്വത്തിലാണ് ഈ ട്രസ്റ്റ് രൂപീകരിക്കുകയും ഇപ്പോൾ ആ ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് 25ാം വാർഷികമാണ്. ഈ 25 വർഷം കൊണ്ട് നമുക്ക് ഒരുപാട് അമ്പലങ്ങൾ നേട്ടങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് സ്പോൺസർ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട്. കാര്യം അവരുടെ ഈ അമ്പലത്തിൽ ഐതിഹ്യം പറയാറുണ്ട്. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രധാനമായിട്ടൊരു ആലും ഒരു പനയുമാണ് ഇവിടുത്തെ പ്രധാന ഉണ്ടായിരുന്നത്. വേറെ നമുക്ക് വിഗ്രഹ പ്രതിഷ്ഠയൊന്നും അല്ലായിരുന്നു. ഈ ആലും ഈ ചെറിയ അതിൻ്റെ ആൽത്തറയും കൂടിയുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് നമ്മൾ ഈ പുരാതനമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതെല്ലാം നമുക്ക് മാറ്റി ഇപ്പം ആ ആൽത്തറയൊക്കെ ഇന്നും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മറ്റ് അമ്പലങ്ങൾ ചുറ്റില് നമുക്ക് ശിവനാണ് മാടൻ എന്ന് പറയുമ്പോൾ മൃഡൻ അത് രൂപീകരിച്ച അതിൽ നിന്ന് പൂർത്തീകരിച്ചുണ്ടായതാണ് ഇത് ശിവൻ്റെ ശിവനെ ആദ്യം പ്രതിഷ്ഠിച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ അടുത്ത മൂർത്തികളായിട്ടുള്ള ഭദ്രാദേവി, പിന്നെ ദേവി, ഗണപതി, അങ്ങനെ ഉപദേവതകളെല്ലാം അതിൽ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പം ഒരു 7ഓളം പ്രതിഷ്ഠ ഇതിനകത്തുണ്ട്. ഈ പ്രതിഷ്ഠ നാഗരുണ്ട്. ഈ പ്രതിഷ്ഠയുടെ ഇതിൽ എല്ലാ പൂജകളും എല്ലാം കൃത്യമായി തന്നെ നമുക്കിപ്പോൾ ഒരു സ്ഥിരം ഒരു ശാന്തിയുണ്ട്. ശാന്തിയുടെ പൂജകളെല്ലാം ഒത്തിരിയേറെ പൂജകൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും നിത്യപൂജയുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇത് വർഷത്തിലൊരിക്കൽ വരുന്ന ഉത്സവം എന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ ഉത്സവമാണ്. ഈ 5 ദിവസത്തെ ഉത്സവത്തിൽ പ്രധാനം നമുക്ക് പൊങ്കാല, അതുപോലെ കൊടുതി, ചെറിയ ഒരു കുരിശിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കൊടുതിയും കൂടെയാണ് ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ കൂടുതൽ. ഇത് പുരാതനമായ ഒരു ക്ഷേത്രമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം അഡ്വക്കേറ്റ് ജനറൽ കെ സുധാകരൻ്റെ കുടുംബവകയായിരുന്നു. അത് 2 സഹോദരിമാർക്ക് വീതം കൊടുത്തതും ഈ ഇടതുവശത്ത് കിടക്കുന്ന ഭൂമി 1 ഏക്കർ 50 സെന്റ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ കൈവശമായിരുന്നതും അതിന്ന് അഡ്വക്കേറ്റ് ജനറലിൻ്റെ മക്കളെ ഗോകുലം ഗോപാലിന് കൈമാറിയിരിക്കുകയാണ്. ഈ ഭൂമി അന്നത്തെ കിട്ടിയ ഭാനുമതി എന്ന് പറയുന്ന അവകാശി മറ്റൊരാളിന് മക്കളെ വളർത്തുന്നതിന് മറ്റൊരാളിന് കൊടുക്കുകയും ആ ഭൂമി ഒടുവിൽ പുതിയ ഭരണസമിതി വന്നപ്പോൾ അവരതിനെ വിലയ്ക്ക് വാങ്ങി 19 സെന്റ് വിലയ്ക്ക് വാങ്ങി നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം രൂപം കൊണ്ടിട്ട് 25 വർഷം ആകുകയാണ്. ഇതിൻ്റെ ഭാരവാഹികളെല്ലാം കുറച്ച് പേര് മൺമറഞ്ഞു പോയി. ഇനി അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിൽ ഞാനും എൻ്റെ സഹപാഠികളുമായിട്ടുള്ള ഒരു 4-5 പേര് മാത്രമേ ഉള്ളൂ. പ്രവർത്തിക്കാനായിട്ട് ആരുമില്ല. കുറച്ച് ഒരു 10-15 പേരും മരണപ്പെട്ടു പോയി. ബാക്കിയുള്ള ആൾക്കാരിൽ ഒരു 10 പേരാണ് ഇവിടെ ഈ സ്ഥിരം പ്രവർത്തനത്തിൽ ഉള്ളത്. അവരെ വെച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് എന്തെങ്കിലും രീതിയിൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക സഹായം കിട്ടുമെങ്കിൽ ഞങ്ങൾ ഈ കോവിലിന് ഇനി ഇവിടെ ഒരു കല്യാണ മണ്ഡപവും എല്ലാം ഒക്കെ ഉണ്ടാക്കി ഞങ്ങളത് സ്ഥാപിക്കും. അതിനു വേണ്ടിയാണ് ഞങ്ങളുടെ ശ്രമം. 2001 ട്രസ്റ്റ് രൂപീകരിച്ചത്. 2026 ആകുമ്പോൾ ട്രസ്റ്റിന്റെ 25ാം വാർഷികം ഈ ഡിസംബറിനകത്ത് ഒരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് വലിയൊരു സാംസ്കാരിക സമ്മേളനവും ഒരു പൊതുസമ്മേളനമായിട്ട് നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന എല്ലാ ട്രസ്റ്റിന്റെ ഭാരവാഹികളെ അന്നിവിടെ വരുത്തി ആദരിക്കുന്ന ഒരു ചടങ്ങ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ ട്രസ്റ്റിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു പരിപാടി കൂടെ നോക്കുന്നുണ്ട്. ഇപ്പം നിലവിലുള്ള 150 അംഗങ്ങൾക്ക് പുറമെ കുറച്ച് യുവാക്കളെ കൂടി ക്ഷേത്ര രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ട്രസ്റ്റിൽ അംഗത്വം എടുക്കാനായിട്ടുള്ള പരിപാടി കൂടി 25ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിന് ഏകദേശം 500 വർഷം പഴക്കമാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്.
വളരെ പുരാതനമായ, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് മൂലസ്ഥാനമായ ഒരു ആൽത്തറയും, വലിയൊരു ആൽത്തറയും അതിൻ്റെ പനയെ ചുറ്റി വരിഞ്ഞ അരയാലുമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 25 വർഷം മുമ്പാണ് ഞങ്ങൾ ക്ഷേത്രം റോഡിന് സ്ഥലമെടുത്ത സമയത്ത് പകുതി ഭാഗം സ്ഥലം നഷ്ടപ്പെട്ടപ്പോൾ ക്ഷേത്രത്തെ ഇങ്ങോട്ട് മാറ്റിയത്. 19 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങിയിട്ടാണ് ക്ഷേത്രം ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചത്. ധാരാളം ജനങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ നാട്ടിലുള്ളവരൊക്കെ ഇവിടെ നിന്ന് വിറ്റ് താമസം മാറി ദൂരേക്ക് പോയി. പക്ഷെ ഇന്ന് ഫ്ലാറ്റിൽ താമസിക്കുന്നവരും ഈ നാട്ടിൽ വന്ന് താമസിക്കുന്നവരുമായ ആൾക്കാർ, നിരവധി ആൾക്കാർ ദിവസവും അമ്പലത്തിൽ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം 3 സൈന്യത്തിന്റെയും തലവനായ അദ്ദേഹത്തിന്റെ പേര് എന്താണ് ഞാൻ പറയാൻ പറ്റില്ല, സൈനിക തലവൻ ഇവിടെ വന്നിരുന്നു. എയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാർ നിരന്തരം വരുന്നുണ്ട്. അവിടുത്തെ സ്ത്രീകൾ, വടക്കേന്ത്യക്കാരായ സ്ത്രീകൾ വന്ന് ഇവിടെ അവർക്ക് പ്രത്യേകം പൂജ നടത്താൻ വേണ്ടി ഞങ്ങളൊരു സ്ഥലം തന്നെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. കാര്യം വടക്കേന്ത്യയിൽ അവർക്ക് ക്ഷേത്രത്തിനകത്ത് കയറി പൂജിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു അവസരം ഇല്ലാത്തതുകൊണ്ട് പുറത്ത് ഒരു സ്ഥലത്ത് അവർക്ക് അഭിഷേകം നടത്തുന്നതിനും പൂജ നടത്തുന്നതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാ ദിവസങ്ങളിലും അവരിങ്ങനെ 10 മണിക്ക്, രാവിലെ 10 മണിയോടുകൂടി ധാരാളം ഹിന്ദിക്കാരായിട്ടുള്ള വടക്കേന്ത്യയിലുള്ള എയർഫോഴ്സ് ഭാര്യമാരും മറ്റുമൊക്കെ വന്ന് ഇവിടെ പൂജ അവർ തന്നെ ചെയ്തിട്ട് പോകുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങനെ വളരെ പ്രശസ്തമായ, ഇന്ന് ഈ ദേശീയപാതയുടെ സമീപത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിട്ടാണ് നമ്മുടെ ഈ കുന്നത്തോട് മാടന്നട ക്ഷേത്രം. ഞാൻ ഇവിടുത്തെ ട്രഷററാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ക്ഷേത്രത്തിന്റെ ട്രഷററാണ്. ഈ കുടുംബ ക്ഷേത്രമാണല്ലോ. കുടുംബക്ഷേത്രമാണ്. അപ്പോ ചെറിയൊരു ഐതിഹ്യം പലരും പറഞ്ഞു. അപ്പം അമ്മയുടെ ഭാഗത്തുള്ളൊരു എന്താണ് ഒരു ഓർമ്മയിലുള്ളത്? എൻ്റെ ഓർമ്മയിൽ ഒരു പണ്ടേ ഞങ്ങൾ വിളക്ക് വയ്ക്കുന്ന ഒരു അമ്പലമായിരുന്നു. അമ്മയുടെ പ്രായത്തിൽ കൂടുതലുണ്ട്. പ്രായത്തിൽ 72 വയസ്സായി. അന്ന് വലിയ ആലും വിളക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളൊക്കെ കുറേ നാൾ, ഇപ്പം ഒരു 10-30 വർഷമാവുമല്ലോ. 10 വർഷം അത്രയും ദിവസം വന്നിട്ട് 25 വർഷമായി നമ്മളായി ട്രസ്റ്റ് രൂപീകരിച്ച് പിന്നെ അമ്പലം വലുതാക്കി. ഇപ്പം പിന്നെ ഒരുപാട് ആൾക്കാരും ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ ഒരുപാട് പുരോഗമനം വന്നു. എന്തെങ്കിലും കൂടുതൽ ആഗ്രഹിച്ച് സാധിച്ചിട്ടുണ്ടോ? നല്ല വിശ്വാസമുള്ള ഒരു അമ്പലമാണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും, നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ. അല്ല, അമ്മ വിചാരിച്ച എന്ത് കാര്യം സാധിച്ചേ? എല്ലാം നല്ല ജീവിതങ്ങൾ, എൻ്റെ മക്കൾക്കൊക്കെ നല്ല ജീവിതങ്ങളാണ്. ഇപ്പോഴും നമുക്ക് അമ്പലമായിട്ട് ഭയങ്കര വിശ്വാസമാണ്. ഇത് നോക്കിയിട്ടേ എല്ലാ അമ്പലമുള്ളൂ. എന്റെ മാമനാണ്. മാമൻ സെക്രട്ടറി ആയിട്ട് ഇവിടെ. എന്റെ ഹസ്ബൻഡാണ് ഇതിന് ആദ്യമായിട്ട് പേര് പറഞ്ഞില്ല. രാധാകൃഷ്ണൻ. എന്റെ പേര് രമണി രാധാകൃഷ്ണൻ. പുള്ളിയാണ് ആദ്യമായിട്ട് ട്രസ്റ്റ്, ഹാസനും രാധാകൃഷ്ണനും കൂടെ ചേർന്നൊക്കെയാണ് ചന്ദ്രഹാസൻ ഇങ്ങനെ ഒരു 10 വ്യക്തികൾ ചേർന്നാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചത്. ആ ട്രസ്റ്റിൽ ഞാനും മെമ്പറാണ്. എന്താണ് പറയാനുള്ളത്? ഞങ്ങളെ കുടുംബമാണ്. ഇവിടുത്തെ അനുഗ്രഹം എനിക്കുണ്ട്. പൊങ്കാല സമയത്തും അല്ലാത്ത സമയത്തും ഉണ്ട്. എൻ്റെ അപ്പൂപ്പനാണ് നമ്മുടെ പ്രാവട്ടപ്പവും എല്ലാ ആരാധനയും ചെയ്തുകൊണ്ടിരുന്നത്. ഇതെൻ്റെ കൊച്ചിച്ചൻ്റെ മോള്, എൻ്റെ സഹോദരൻ്റെ ഭാര്യ. ഞങ്ങളെ കുടുംബം എല്ലാം ഞങ്ങളതാണ്. ഇതിൻ്റെ കുടുംബം മുകളിലുണ്ട്. അച്ഛനാണ് വിളക്കച്ഛനുള്ളത്. എൻ്റെ മാമൻ, എല്ലാവരും ഞങ്ങളെ കുടുംബക്ഷേത്രമാണത്. പേര് മോഹനൻ എന്നാണ്. ഞാൻ ഈ അമ്പലവുമായിട്ടുള്ള കുടുംബപരമായിട്ട് വളരെയധികം ബന്ധമുള്ളതാണ്. ഞങ്ങളുടെ കുടുംബ വീടാണ്. എൻ്റെ അമ്മുമ്മയും അപ്പൂപ്പനും താമസിച്ച കുടുംബ വീടാണ് ഈ താഴെ കാണുന്നത്. ഇവിടെ ഒരു ഷെഡടിച്ച വീടുണ്ട്. ഞാൻ ISROയിൽ നിന്ന് റിട്ടയറായി ഇപ്പോൾ 6 കൊല്ലം കഴിഞ്ഞു. ഈ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പുരാതനമായിട്ടുള്ള ഒരു അമ്പലമാണ്. ഈ അമ്പലത്തിന് പണ്ട് ഒരാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ആലിന് ചുറ്റുമായിരുന്നു അന്ന് വിളക്കൊക്കെ കത്തിച്ച് ആൾക്കാർ പൂജ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഒരു കല്ലുവിളക്ക് മാത്രമായിരുന്നു. ആ കല്ലുവിളക്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വല്ല വിളക്ക് കത്തിക്കുമായിരുന്നു. എന്നും പൂജയൊന്നും ഇല്ലാത്ത ഒരു അമ്പലമായിരുന്നു. പിന്നെ അത് വികസിച്ചാണ് ഇപ്പോൾ ഈ നിലയിലെത്തിയത്. ഈ അമ്പലം ആദ്യം എൻ്റെ ഭാർഗവി അമ്മയും അമ്മുമ്മയുടെ അനിയത്തിയായ ഭാനുമതി അമ്മയും സഹോദരനായ പരേതനായ അഡ്വക്കേറ്റ് ജനറൽ K. സുധാകരൻ്റെയും പകയിലായിരുന്നു. പിന്നെ അത് നാട്ടുകാരുടെ സൗകര്യാർത്ഥം വിട്ടുകൊടുക്കുകയും ഈ നിലയിൽ എത്തുകയും ചെയ്തു. അന്ന് ഇവിടെ ഉത്സവം നടത്തുകയാണെങ്കിൽ ഈ പൈസ പിരിക്കാനൊക്കെ വളരെ പ്രയാസമായിരുന്നു.
നാട്ടുകാരെല്ലാം വളരെ പാവങ്ങളായിരുന്നു. കിട്ടുന്ന പൈസ കൊണ്ട് ഒരു ദിവസത്തെ ഉത്സവം മാത്രമേ നടത്താറുണ്ടായിരുന്നുള്ളൂ. പ്രധാനമായും ഇവിടെ കഥാപ്രസംഗവും കഥകളിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസത്തെ ഉത്സവം അന്ന് കൊടുതി മഹോത്സവത്തോടുകൂടി സമാപിക്കുമായിരുന്നു. ഇപ്പോൾ 5 ദിവസത്തെ ഉത്സവമുണ്ട്. അത് വളരെ ഭംഗിയായി നാട്ടുകാരുടെ സഹകരണ സഹത്തോട് നടക്കുന്നുണ്ട്. നമ്മൾ റിട്ടയർഡ് പ്രവാസിയാണ്. അമ്പലമായിട്ട് നല്ല ബന്ധമുള്ളതാണ്, കുടുംബക്ഷേത്രമാണ്. അമ്പലത്തിന്റെ ട്രസ്റ്റ് മെമ്പറാണ്. ഇതൊരു പുരാതന ക്ഷേത്രമാണ്. പണ്ട് പാറത്തൊഴിലാളികളായിരുന്നു ഇവിടുത്തെ ഏറ്റവും കൂടുതൽ. ഇവിടെ പാറമേടായിരുന്നു, ഇല്ലാട് കുറയെന്ന് പറയും. അപ്പം അതൊന്നും ഇല്ല. ഞാനിപ്പോൾ ട്രസ്റ്റ് ആയിട്ട് എടുത്തതിന് ശേഷം വലിയ രീതിയിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. പണ്ടേ ഉള്ള ക്ഷേത്രമാണത്. സാംബശിവനും കടാമംഗലവും ഒക്കെ ഇവിടെ ഒന്ന് കഥ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ചേർന്ന് നല്ല പരിപാടികളെല്ലാം ഇവിടെ നടത്തുന്നുണ്ട്. നല്ല വരുമാനം ഉണ്ടാവുന്നുണ്ട്. പണ്ടൊക്കെ ഇതുപോലുള്ള വരുമാനങ്ങളൊന്നും ഇല്ലായിരുന്നു, പരിപാടികളൊന്നും ഇല്ലായിരുന്നു, നശിച്ചു കിടന്നതാണ്. ഇപ്പം നല്ല രൂപത്തിലാളികൾ ചേർന്ന് മകരമാസത്തിലെ 1-ാം തീയതിയുള്ള വിളക്കും പൂജയും അതിന്റെ അന്നത്തെ പരിപാടി നടത്തുന്നത് ഈ പാറത്തൊഴിലാളികൾ മാത്രമാണ്. അന്നൊക്കെ പാറത്തൊഴിലാളികൾ മാത്രം ചേർന്നാണ് നടത്തുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. എൻ്റെ പേര് രാജു എന്നാണ്. ഞാൻ കുളവരമ്പിൽ വീടാണ്. കുളവരമ്പ് എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധമുള്ള ഒരു കുളം കാണുന്നതാണ്. ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ കുടുംബമല്ല. അപ്പം ആ കാലത്ത് എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ ഒരു ആലും ഒരു ആൽത്തറയും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് ഈ വഴിയാത്രക്കാർ ഇന്ന് റോഡൊന്നും ഈ കാണുന്ന റോഡൊന്നും വന്നില്ല. അന്നൊരു ഇടവഴിയായിരുന്നു. അപ്പം ഇതുവഴി പോകുന്ന ആൾക്കാർ ഈ ക്ഷേത്രത്തിൻ്റെ വിശ്വാസം കൊണ്ട് അവർ അന്നത്തെ 10 പൈസ എല്ലാം നാണക്കണക്കാണ്. 10 4 അണ 5 അണ ഇങ്ങനെ ആ കണക്കിന് വിളക്ക് വെക്കാൻ വേണ്ടി എൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകും ആളുകൾ. എൻ്റെ പേര് സാബു, കുന്നത്തോട് മാടന്നര ക്ഷേത്രത്തിലെ സെക്രട്ടറിയാണ്. ഏകദേശം ഒരു 10-12 വർഷത്തിലേറെയായിട്ട് ഞാൻ ഈ അമ്പലത്തിലെ സെക്രട്ടറിയാണ്. ഉത്സവത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും നല്ല നല്ല പ്രോഗ്രാമുകളുണ്ട്, നല്ല പൂജകളാണ്. ഏകദേശം എനിക്ക് ഓർമ്മ ആവുന്നതിന് മുമ്പ് തന്നെ ഈ അമ്പലം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ആൾത്തറയായിരുന്ന ആ അമ്പലം അതാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന ഒരു വലിയ സംഭവമായിട്ട് മാറിയത്. പിന്നെ ഡെയിലി ഇന്നിപ്പോൾ വൈകുന്നേരം ആനപ്പുറത്ത് എഴുന്നള്ളത്താണ്. ഒരുപാട് 5 ദിവസം വളരെ ഒരുപാട് ജനത്തിരക്ക് കയറുന്ന ഒരു അമ്പലമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ആൾക്കാരുടെ എത്തപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ഇതിലൊരു കൂട്ടം നല്ല നമ്മുടെ സുഹൃത്തുക്കളായ കുറേ നല്ല പയ്യന്മാരൊക്കെ കൊണ്ട് ഒരു ഭയങ്കര ശ്രമഫലമാണ് ഈ ഉത്സവം ഭംഗിയായി സമാപിക്കാൻ പറ്റുന്നത്. അവരുടെ പിന്നെ ഷമി ബിജു അങ്ങനെ കുറേ പേരുണ്ട്. പയ്യന്മാരുടെ ഏറ്റവും വലിയൊരു പ്രയത്നമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. പിന്നെ ഇവിടെ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാത്തിനുപരി ഇവിടുത്തെ ഭക്തജനങ്ങൾ അവർ തന്നെയാണ് ഏറ്റവും നല്ല ഈ ക്ഷേത്രത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ടിറങ്ങുന്നത്. ജിത്തു എന്നാണ് പേര്. ഇവിടുത്തെ സ്വദേശിയാണ്. ഈ അമ്പല ട്രസ്റ്റിലുള്ളൊരു അംഗവും കൂടെയാണ്. അമ്പലത്തിനെ കുറിച്ച് പറയുന്നത് എൻ്റെ കൊച്ചുനാൾ മുതൽ ഈ അമ്പലമായിട്ട് സഹകരിച്ചും അമ്പലത്തിലെ കാര്യങ്ങൾ കണ്ടും കേട്ടും വളർന്ന ഒരു വ്യക്തിയാണ്. പുരോഗതിയുടെ വാക്കിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്ത് കാര്യങ്ങളിലും ഞങ്ങളെല്ലാം ഒത്തുചേർന്നു ഒരുമയോടുകൂടി പ്രവർത്തിച്ചു വരുന്നു. എൻ്റെ പേര് സുജിത്ത്, സ്ഥലവാസിയാണ്. 20 വർഷക്കാലം കൊണ്ട് ഇവിടെ സഹകരിച്ചു പോയാണ്. ഇവിടെ വന്നവരാരും സഹകരിച്ചാരും പിന്നെ ഇവിടെ വിട്ട് പോയിട്ടില്ല. ആ ഒരു രീതിക്കും എൻ്റെ ഒരു അനുഭവമാണത്. ഒരിക്കൽ വന്ന് സഹകരിച്ചവർ പിന്നെ ഇവിടെ വിട്ട് പോകാറില്ല. എൻ്റെ പേര് സാംജി. നമ്മൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പഴയ തലമുറക്കാർ ഇതെങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നു അതേ കണക്ക് തന്നെ നമ്മളിപ്പോൾ അതിനെ നിലനിർത്തി അതേ കണക്ക് ചെയ്തുകൊണ്ട് പോകുന്നു, നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് പോകുന്നു. എൻ്റെ പേര് രാജൻ. ഇപ്പോഴത്തെ കാലം മുതലേ ഇവിടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ അനുഭവത്തിൽ നിന്നും പഠിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വരണമെന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെയാണ് ഇതുമായിട്ട് സഹകരിക്കുന്നത്. നമ്മൾ തമ്പുരാൻ പറ്റി എന്ത് വിചാരിച്ചാലും അത് സാധിച്ചു തരുന്നുണ്ട് തമ്പുരാൻ. എൻ്റെ പേര് സതീഷ്. നമ്മൾ തമ്പുരാനെ മനസ്സിലാലോചിച്ച് എന്ത് വിചാരിച്ചാലും അത് സാധിച്ചു തരുന്നുണ്ട്. कितना साल से रहते हैं? कितना साल से रहते हैं? 4 महीने। 4 महीने। कैसे रोज आते हैं क्या? अच्छा। रोज भी आते हैं क्या? रोज डेली आएगा? डेली आएगा। अच्छा, कौन से क्लास से पढ़ता है? 7। अच्छा, कौन से स्कूल पे? स्कूल नहीं है। स्कूल नहीं है? गाँव किधर है? गाँव वेस्ट बंगाल। वेस्ट बंगाल। ओके।